നമസ്കാരം ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ആലുവ മണപ്പുറത്ത് ശിവരാത്രി കാണാൻ പോവാണ്. ശിവരാത്രി മഹോത്സവം എന്നാണ്. അപ്പൊ അവിടെ പോവാണ്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ആലുവ മണപ്പുറത്ത് പോണത്. ഞങ്ങളുടെ വീട് അതിന്റെയൊക്കെ ഏകദേശമൊക്കെ അടുത്താണെങ്കിലും ഞങ്ങൾ ഇതുവരെയായിട്ട് അവിടെ പോയിട്ടില്ല. കാരണം അവിടെ തിരക്കായിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാണ്ടിരിക്കാറ്. അവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരാണ് ഞങ്ങൾ പോണത്. അമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചില്ല. ഞങ്ങളിപ്പോ കാറിനാണ് പോണത്. കാർ എവിടെ ഇടുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ലേക്കു എവിടെ കാർ ഇടുന്നു അറിഞ്ഞൂടാ. പിന്നെ അവിടെ ചെന്നിട്ട് വേണം ഇനി എവിടെയാണ് കാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അവിടെ ചെന്നിട്ട് കാണിച്ചില്ല. നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതെ, വണ്ടി അവിടെ ഇടുന്നാണ് ഇനി ഡൗട്ട്. നമ്മളെവിടെ വണ്ടി ഇടും? ഇവിടെ നമുക്ക് ബ്ലോക്ക് കിട്ടിയാക്കണത് എവിടെയാണ്? പറവൂർക്കാവിലാണ്. അപ്പൊ ഇനി ഇങ്ങനെ അനങ്ങി നമുക്ക് പോയിട്ട് വണ്ടി എവിടെയെങ്കിലും ഇടണം. നമ്മുടെ ബന്ധുക്കളുടെ ആരെങ്കിലും വീടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇട്ടിട്ട് നമുക്ക് നൈസായിട്ട് നടക്കായിരുന്നല്ലേ, സുഖമായിരുന്നു. ഞങ്ങള് നട റോഡില് വണ്ടി ഇട്ടിട്ടുണ്ട്. നട റോഡല്ല, ഇവിടെയാണ്. ഭയങ്കര നല്ല ബ്ലോക്ക് ഉണ്ടല്ലോ അക്കു. അപ്പൊ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ നടക്കട്ടെ. ഇനി നമുക്ക് എന്തോ നടക്കാണ്ട് ലോക്ക് ചെയ്താ വണ്ടി. അപ്പൊ ഞങ്ങ ഈ തിരക്കിലൂടെ ഞങ്ങൾ നടന്ന് നീങ്ങട്ടെ. എപ്പൊ എത്തുന്ന അറിഞ്ഞൂടാ. ഇനിയിപ്പോ നടന്നു പോകണം, കാരണം വണ്ടി അങ്ങോട്ട് പോകൂല, ബ്ലോക്ക് ആയിരിക്കുള്ളൂ. നടന്ന് ബ്ലോക്ക് ആക്കിയാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തി വിടാത്തോണ്ട് നമ്മൾ നടന്നാണ് പോണത്. വഴി അങ്ങനെ കറക്റ്റ് അറിയാത്തത് കൊണ്ട് ഫ്രണ്ടിൽ പോണ ആൾക്കാരെ ഫോളോ ചെയ്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വഴി കറക്റ്റ് അറിയില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വഴി കറക്റ്റ് അറിയില്ല. ശിവരാത്രിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞങ്ങളിവിടെ ഞങ്ങളുടെ അമ്മമ്മ മരിച്ചപ്പോ വലിയൊരു അങ്ങനത്തെ കാര്യത്തിനാണ് വന്നാക്കണേ. അപ്പൊ പിന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല. ശിവരാത്രിക്ക് വരുമ്പോഴാണ് തിരക്ക്. നമുക്ക് മുട്ടിന് പോലീസുകാരെ അവർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ സേഫാണ്. പക്ഷെ പാവം പോലീസുകാർ അവിടെ എനിക്കൊന്ന് കഷ്ടപ്പെട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. അവർക്ക് ഇരിക്കാനും കൂടി ഒരു കസേര കൊടുത്തിട്ടില്ല. എത്ര നേരം നിന്നിട്ടുണ്ടാവും എന്നറിയോ. വണ്ടിയൊക്കെ തകർത്ത് വന്നിട്ടുണ്ട്. മര്യാദക്ക് കിടന്നില്ലെങ്കിൽ നമ്മുടെ വലിയുണ്ട് വരും. നമ്മുടെ ആക്കാൻ വേറൊരു പോലീസുകാരന് ഇവിടെ ഇപ്പുണ്ട്. എന്താ സാർ ഇവിടെ ഇപ്പുണ്ട്. പോലീസുകാരെന്നൊക്കെ പോലീസ് സാർ അങ്ങനെയാണ് പറയണ്ടേ. ഈ സാറിന് ഈ കസേരണ്ട് ഇട്ടാ. ഞാൻ നേരത്തെ എൻ്റെ 2 സാറിന് കസേര ഉണ്ടായില്ല. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വഴികൾ ചോദിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ വേറൊരു വഴി കൂടെ എൻട്രി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭൂമി ഇരുണ്ടല്ലേ, കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ എത്തേണ്ടടത്തൊക്കെ എത്തിയിരിക്കും അല്ലേക്കൂ. എത്തേണ്ടടത്ത് ഞങ്ങൾ എത്തുമായിരിക്കുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, സൗണ്ട് കേൾക്കേണ്ട ഡയറക്ഷനിൽ നമുക്ക് നടക്കാം. ഇവിടെ എത്തിയപ്പോ ഒരു ജംഗ്ഷൻ എത്തിയല്ലേക്കൂ. ലെഫ്റ്റോ റൈറ്റോ? സൗണ്ട് റൈറ്റ് എന്നല്ലേ കേൾക്കണേ. അപ്പൊ റൈറ്റ് കേൾക്കുക. കൊറേ വാഴത്തോപ്പിലാണ് നമ്മൾ എത്തിപ്പെട്ടേ. ഇത് അങ്ങനെ എന്തോ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പൊ അത് തന്നെയാണ് വഴി. അങ്ങനെ നടക്കട്ടെ. കണ്ടുപിടിച്ചു ഗായ്സ് വഴി. കേരളം നോട്ട് വെച്ചോട്ടപ്പോ ഏത് വഴി കൂടെയാണെന്ന്. നല്ല തിരക്കുണ്ടെന്നാണ് ഇത് സംവിധാനമൊക്കെ എനിക്ക് തോന്നണത്. നോക്കാം. എന്റെ പൊന്ന്, ഇതിന്റെ എൻട്രി എവിടെയാണ്? നമുക്ക് ഈ ആൾക്കാർ പോണതിന്റെ കൂടെ പോവാം. ഇവരെല്ലാ സംഭവം പക്കയുടെ അറേഞ്ച് ചെയ്തൊക്കെയുണ്ട്. റെഡ് കാർപ്പറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. പൊടി കുറവായിരിക്കുള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സംവിധാനം. പക്ഷെ ഞാൻ ഇവിടെ കണ്ട വേറൊരു സംഭവം എന്ന് വെച്ചാൽ ബംഗാളികളാണല്ലോ മലയാളിയിലേക്കാളും കൂടുതൽ. എന്നാണ് നമ്മൾ ബംഗാളികളുടെ പരിപാടിക്കാണോ വന്നാക്കണേ? ഫുള്ള് ബംഗാളി. ഓ മൈ ഗോഡ്. നമ്മുടെ ആടല്ലേ, കുഴപ്പമില്ല. നമ്മുടെ ആൾക്കാരുണ്ടാവും. അത് പോയി ഇപ്പൊ നമ്മളെ നാട് ബംഗാളികൾ കൊണ്ടുപോയിരിക്കുന്നു. അയ്യോ, ഞങ്ങള് അമ്മക്ക് ബലിയിടാനുണ്ട്. അപ്പൊ നടന്നത് നമ്മുടെ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നടന്നത് വേണം ബലിയിടേണ്ട സ്ഥലത്തെത്താനായിട്ട്. നല്ല തിരക്കുണ്ട് ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് മാസ്ക് തന്ന് അവർ ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ. അല്ലേ, നല്ലൊരു കാര്യമാണ് കേട്ടോ മാസ്ക് തന്നത്. മാസ്ക് വെക്കട്ടെ. നമ്മൾ ഇങ്ങനത്തെ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും കയറിയാൽ മതിയോ? ഇവിടെ കയറാം. അവിടെയാണ് നമ്മുടെ ആശ്രമം.
ഇല്ലേ? സംഭാരം തണ്ണിമത്തൻ തണുത്ത വെള്ളം ഫ്രീ ആണോ? ഫ്രീ അല്ലേ? നല്ല പൊടി. നിങ്ങൾ ഈ കാണാൻ മഞ്ഞല്ല, പൊടിയാണ്, പൊടി. അയ്യോ ഞങ്ങൾ മാസ്കിലായിരിക്കും. പൊടിയിലാണ് എല്ലാവരും നല്ല ക്ഷമയോടെ വെള്ളം വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ പാനിപ്പൂരിയുടെ അടുത്ത് എത്തിയാക്കിയത്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നൂഡിൽസ്, റൈസ്, പാവ് ബജി. ഞാൻ പാനിപ്പൂരി ആകട്ടെ കേട്ടോ. അതല്ല അക്കോടെ അക്കോട് കുളിപ്പാണോ? ഞാൻ ചെയ്ത് വേറൊരു ഉഴുന്നാട് ഇതുണ്ട്. മതി കേട്ടോ. ഉഴുന്നാട് സെറ്റപ്പായിരുന്നു. അല്ല കൊള്ളാം ചേച്ചി, കൊള്ളാം. ഉഴുന്നാട് ഇത് നമുക്ക് മേടിക്കാം. അപ്പൊ നീങ്ങിന്നെടുക്കാം. കഴിഞ്ഞ മറ്റൊന്നും ഉണ്ടായില്ലേ? മറ്റേ സംഭവം ചേട്ടൻ കറക്കി ഇറങ്ങില്ല ഗൈസ്. അപ്പൊ അതെന്നിട്ടോ അത് വേണ്ടേ? അപ്പൊ ഏതെടുക്കാൻ പോണേ? അപ്പുറത്ത് ഇത് ഇതാണ്ടാ നല്ല. ആ അല്ലടാ ഇത് ദർശിതിന് കൊണ്ടോണ്ടേ? ഇതെത്രയാണ്? ഇത് ഫ്ലേവർ തന്നെയല്ലേ ദർശിതിനപ്പൊ? ഇത് വേണ്ടേ? അതെയാ? നമുക്കിനി കുറെ നടക്കാനുണ്ട്. ഓ പക്ഷേ ആൾക്കാര് ഓരോ എന്റെ കിളി പോയോ. ഞങ്ങളുടെ കൊടുങ്ങല്ലൂര് ഇത്ര റൈഡ് വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തോണ്ടാണല്ലേ. ഇത് കുറച്ച് ആളൊക്കെ ഉണ്ട്, കടകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വാ, എന്റെ ഫ്ലാഷ് ഓൺ ഒക്കെ വെച്ചാക്കിയിരുന്നല്ലേ. ഞങ്ങൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കയറി. നല്ലൊരു ദൂരം ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ കാലിഞ്ഞില്ല. അയ്യോ കാലിന്റെ അടിമാരിച്ചു പോയി. അവര് നല്ല കാര്യം ചെയ്തട്ടോ. അവര് മാസ്ക് തന്ന്. അത് അതെ ഉപകാരമായി. നമ്മ വെയിറ്റിംഗാ. മാസ്ക് നല്ല കാര്യം കേട്ടോ. കാരണം അത്രയും പൊടിയില് നല്ല അടിപൊളി മാസ്കാണ് അവര് തന്നത്. ഇവിടെ മാസ്ക് അത് നല്ല കട്ടിയുള്ള മാസ്ക്. പിന്നെ ഒരുമാതിരി പൊടിയാണ്. പൊടി എന്ന് പറഞ്ഞാൽ ഇതാണ് പൊടി. നമ്മളൊന്നും ഇത്രയും പൊടി കണ്ടിട്ടില്ല. പൊടി എന്ന് വെച്ചാൽ കണ്ണി പൊടിയോടല്ലേ, മറ്റേ പുക. അതെ, മറ്റേ മഞ്ഞത്ത് കിടക്കണ ഫീല്. ഈ ടൈപ്പ് സംഭവം നമുക്ക് തന്നത്. പക്ഷെ നല്ല കട്ടിയുള്ള സംഭവം ഉണ്ട്. നല്ല കട്ടിയുള്ള മാസ്കാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ 2 ലെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്നൊന്നും പൊടി അകത്ത് കയറൂല. പൊടി എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ തുടച്ച് മനസ്സിലായി നിങ്ങള്. അതിന് വെക്കേണ്ടതേ പൊടി. ലിപ്സ്റ്റിക് ഇതിന് കഴുകിയെടുക്കാം. നല്ല മാസ്കാണ്. അതെല്ലാവരും അവര് ചെന്ന് വോളണ്ടിയേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് മാസ്ക്. ആരെല്ലാം മാസ്ക് ഇല്ലാത്ത നോക്കി അവർ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യേണ്ട, ക്ലീൻ ആക്കേണ്ട എല്ലാ സെറ്റപ്പാണ് കേട്ടോ. ഞാൻ ഇത്രയും ക്ലീൻ ആയിരിക്കും വിചാരിച്ചില്ല കേട്ടോ. അടിയിൽ കാർപ്പറ്റൊക്കെ വിരിച്ച്, പച്ച റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച്.
ഇത്രയും ക്ലീൻ ആവും ഞാൻ വിചാരിച്ചില്ല, ക്ലീൻ ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. ആലുവ മണപ്പുറം കേട്ടപ്പോ പക്ഷെ സെറ്റപ്പാണ്. അതെ, എന്തൊക്കെ സാധനങ്ങളല്ലേ. ആലുവ മണപ്പുറത്തെ പരിപാടിയും ശിവരാത്രിയും കഴിഞ്ഞ് ഇനിയിപ്പൊ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉത്സവ സീസണൊക്കെ ഒരു അത് ചെറിയ ചെറിയ ഉത്സവങ്ങള്, വലിയ വലിയ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് മിക്ക സ്ഥലങ്ങളിലും ഉത്സവമൊക്കെ അങ്ങോട്ട് കഴിയാറായി. തൃശ്ശൂർ പൂരം ഇനി വരുന്നില്ലേ ഉള്ളൂ അല്ലല്ലേ? തൃശ്ശൂർ പൂരം, അതെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടില്ല ഗൈസ്. ഇവര് പോയിട്ടുണ്ട് അല്ലേ? അപ്പൊക്കെ പോയിട്ടില്ലേ തൃശ്ശൂർ പൂരം? പക്ഷെ ഞാൻ തൃശ്ശൂർ പൂരത്തിന്റെ പറമ്പേ കണ്ടിട്ടില്ല. അങ്ങനെയല്ല, തൃശ്ശൂർ പറമ്പ് കണ്ടിട്ടുണ്ട് ഒരു ആവശ്യം, തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സംഭവം കാണുന്നുണ്ട്, പക്ഷെ ഒടുക്ക തിരക്കും പൊടിയൊക്കെ ഉള്ളതായതുകൊണ്ട് തിരക്കാണ്. അതാണ് എനിക്ക് പേടിയാണ്. പിന്നെ അല്ല ആനയൊക്കെ ഉണ്ട്, എനിക്ക് പേടിയാവും. വേപ്സിന്റെ വണ്ടിയുണ്ട്. എവിടെ വേപ്സ് ആണ്? അത് വേപ്സിന്റെ വണ്ടിയാണോ? ഈശ്വര, ദോശ കഴിക്കാൻ മാത്രം ദോശ തീർന്നു പോയാ നല്ല സംശയമുണ്ട്. വീടിന്റെ മുന്നേ നല്ല തിരക്ക്.